ഇബ്നു തൈമിയ റഹിമഹുല്ലാ അവരുടെ അൽ കലിമുത്ത് ത്വയ്യിബ് ദർസ് 9 ഫി തതിമ്മതി മാ യഖൂലു ഇദാ ഇസ്തയഖള, ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ചൊല്ലുന്ന ദിക്റുകൾ, അതിന്റെ തതിമ്മത്ത്, അതിന്റെ പൂർത്തീകരണം, അതിന്റെ ബാക്കി ഭാഗം പറയാം. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദസ്തയഖള അഹദുക്കും ഫല്യഖുൽ, നിങ്ങളിൽ ആരെങ്കിലും ഉറക്കമുണർന്നാൽ അവൻ പറയട്ടെ, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രിഹി. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹു, റദ്ദ അലയ്യ റൂഹി, അവൻ എൻ്റെ റൂഹ്, എൻ്റെ ആത്മാവ് എനിക്ക് മടക്കി തന്നു. വആഫാനി, എനിക്ക് സൗഖ്യമാവുകയും ചെയ്തു. ഫീ ജസദി, എൻ്റെ ശരീരത്തിൽ. വഅദിന ലീ, എനിക്ക് ഇതിന് പെർമിഷൻ, അനുമതി നൽകുകയും ചെയ്തു. ബിദിക്രിഹി, അവനെ ദിക്ർ ചെയ്യാൻ, അവനെ സ്മരിക്കാൻ അവൻ എനിക്ക് തൗഫീഖ് നൽകി. ഹദീസുൻ സ്വഹീഹുൻ, സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ഉറക്കമുണർന്നാൽ ചൊല്ലുന്ന ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രിഹി. വഅൻഹു അയ്ളൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൽ നിന്ന് തന്നെ മറ്റൊരു നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ റജുലിൻ യന്തബിഹു മിൻ നൗമിഹി ഫയഖൂൽ, ഏതൊരു ആളും ഇല്ല, അവൻ ഉറക്കിൽ നിന്ന് ഉണർന്ന് ഇങ്ങനെ പറയാ, അൽഹംദുലില്ലാഹില്ലദീ ഖലഖൻ നൗമ വൽ യഖളത, അൽഹംദുലില്ലാഹില്ലദീ ബഅസനി സാലിമൻ സവിയ്യ, അഷ്ഹദു അന്നല്ലാഹ യുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ പറഞ്ഞാൽ ഇല്ലാ ഖാല സദഖ അബ്ദി, അല്ലാഹു സ്വദഖ അബ്ദി, എൻ്റെ ദാസൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കില്ല എന്ന്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ, ഇങ്ങനെയുള്ള അല്ലാഹു ഖലഖൻ നൗമ വൽ യഖളത, നൗം ഉറക്കം, യഖളത്ത് ഉണർച്ച, ഉറക്കത്തെയും ഉണർച്ചയെയും സൃഷ്ടിച്ച. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ ബഅസനി സാലിമൻ സവിയ്യ, സാലിമൻ സുരക്ഷിതനായി, സവിയ ആരോഗ്യവാനായി. അപ്പോൾ ആരോഗ്യവാനായും സുരക്ഷിതനായും എന്നെ എഴുന്നേൽപ്പിച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അഷ്ഹദു അന്നല്ലാഹ യുഹ്യിൽ മൗത, അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യുഹ്യിൽ മൗത, അവൻ ജീവിപ്പിച്ചവരെ മരിപ്പിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇത് വളരെ അർത്ഥവത്തായ, സന്ദർഭത്തോട് യോജിച്ചൊരു ദിക്റാണ്. എന്നാൽ ഈ ഹദീസ് ദുർബലമാണ്. ദുർബലമായ ഹദീസ് ഒരു തെളിവായിട്ട് പറയാൻ പറ്റില്ല. ഇത് അതുകൊണ്ട് തന്നെ ഈ ദിക്ർ ഉറക്കം ഉണരുമ്പോൾ ചൊല്ലുന്നത് പ്രത്യേകം സുന്നത്ത് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ ദിക്ർ അൽഹംദുലില്ലാഹില്ലദീ ഖലഖൻ നൗമ വൽ യഖള, അൽഹംദുലില്ലാഹില്ലദീ ബഅസനി സാലിമൻ സവിയ്യ, അഷ്ഹദു അന്നല്ലാഹ യുഹ്യിൽ മൗത വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നാൽ ഈ ദിക്ർ ചൊല്ലാം, പ്രത്യേക സുന്നത്തുണ്ട് എന്ന് ഉറപ്പിക്കാതെ ചൊല്ലുന്നതിൽ തെറ്റില്ല, നല്ലൊരു ദിക്റാണ്. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലുന്ന 2 ദിക്റുകൾ സംബന്ധിച്ചാണ് പറയുന്നത്. ഖാല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല, ആരൊരുത്തൻ പറഞ്ഞു, യഅനി ഇദാ ഖറജ മിൻ ബൈതിഹി, അതായത് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആര് പറഞ്ഞുവോ, എന്ത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി തആല യുഖാലു ലഹു, അങ്ങനെ പറഞ്ഞാൽ അവനോട് പറയപ്പെടും, കുഫീത വ വഖീത വ ഹുദീത. കുഫീത, അതായത് നിനക്ക് മതിയായത് നൽകപ്പെട്ടു. വ ഹുദീത വ വഖീത, നീ സംരക്ഷിക്കപ്പെട്ടു. വ ഹുദീത,
നിനക്ക് മാർഗദർശനം നൽകപ്പെട്ടു, നേർവഴിയിലാക്കപ്പെട്ടു നീ എന്നർത്ഥം. അതായത് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി തആല എന്ന് പറഞ്ഞാൽ ആണ് ഇങ്ങനെ പറയുന്നത്. എന്ത്? കുഫീത്ത, നിനക്ക് മതിയായത് നൽകപ്പെട്ടു, നിനക്ക് വഖീത്ത, നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടു, വഹുദീത്ത, നിനക്ക് മാർഗദർശനം നൽകപ്പെട്ടു എന്ന്. വതനഹ അൻഹു ശൈത്വാൻ, ഷെയ്ത്താൻ അവനിൽ നിന്ന് അകന്നു മാറും, ഇങ്ങനെ ചൊല്ലുന്നതോടുകൂടി. എന്നിട്ട് ഫയഖൂലു ലിശൈത്താനിൻ ആഖറ, ആ ഷെയ്ത്താൻ മറ്റൊരു ഷെയ്ത്താനോട് പറയും, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വബഖിയ, മാർഗദർശനം നൽകപ്പെടുകയും മതിയായത് നൽകപ്പെടുകയും സംരക്ഷണം നൽകപ്പെടുകയും ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിനക്കെന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ ഷെയ്ത്താന്മാർക്ക് ഇയാളുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല. അയാളെ നമുക്ക് വഴി തെറ്റിക്കാനാവൂല. കാരണം അയാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അള്ളാഹു തവക്കുലാക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഖറജഹു അബൂ ദാവൂദ് വന്നസായി തിർമുദി, അബൂ ദാവൂദും നസായും തിർമുദിയും ഇത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വഖാല, തിർമുദി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ, ഈ ഹദീസ് ഹസൻ സ്വഹീഹായ ഹദീസാണ് എന്ന്. മറ്റൊരു ഹദീസ്, വഖാലത്ത് ഉമ്മു സലമത റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി പത്നി പറഞ്ഞു, മാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബൈതി ഖത്തു, എൻ്റെ വീട്ടിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിട്ടില്ല, തീരെ പുറപ്പെട്ടിട്ടില്ല. ഇല്ലാ റഫഅതു റഫഹു ഇല സ്സമാഇ ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കണ്ണുകൾ, ദൃഷ്ടി ആകാശത്തേക്ക് ഉയർത്തുകയും ഇപ്രകാരം പറയുകയും ചെയ്തിട്ടല്ലാതെ, എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് നബി പുറപ്പെടുമ്പോഴൊക്കെ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് ഈ ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ്. എന്താണ് ആ ദിക്ർ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അല്ലാഹുമ്മ, അല്ലാഹു, ഇന്നി അഊദു ബിക, നിശ്ചയം ഞാൻ എന്നോട് കാവൽ തേടുന്നു, അൻ അദില്ല, ഞാൻ വഴി പിഴപ്പിക്കുന്നതിൽ നിന്ന്, ഔ ഉദല്ല, അല്ലെങ്കിൽ ഞാൻ വഴി പിഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, ഔ അസില്ല, ഞാൻ വ്യതിചലിക്കുന്നതിൽ നിന്ന്, ഔ ഉസല്ല, അല്ലെങ്കിൽ ഞാൻ വ്യതിചലിക്കപ്പെടുന്നതിൽ നിന്ന്. അതായത് മറ്റൊരാളാൽ വ്യതിചലിക്കപ്പെടുകയാണ് ഉസല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഔ അദലിമ, ഞാൻ ആക്രമിക്കുന്നതിൽ നിന്ന്, ഔ ഉദലമ, അല്ലെങ്കിൽ ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന്, ഔ അജ്ഹല, അല്ലെങ്കിൽ ഞാൻ വിഡ്ഢികളുടെ പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന്, ഔ ജഹല അലൈഹ, അല്ലെങ്കിൽ വിഡ്ഢിത്തം എൻ്റെ മേൽ മറ്റുള്ളവരാൽ കാണിക്കപ്പെടുന്നതിൽ നിന്ന്. എന്നിട്ട് പറയുന്നു, ഖറജഹുൽ അൽ അർബ, ഇത് പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ അർബ നിവേദനം ചെയ്ത ഹദീസാണ്. അർബ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹദീസിന്റെ ഇസ്തിലാഹത്തിൽ നസായി, ഇബ്നു മാജ, അബൂ ദാവൂദ്, തിർമുദി, ഈ നാല് മുഹദ്ദിസുകളും ഉദ്ധരിച്ച ഹദീസാണെന്ന് അർത്ഥം. വഖാല തിർമുദി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഹസൻ സ്വഹീഹുൻ, ഹസൻ സ്വഹീഹായ ഹദീസാണ് ഇത് എന്ന്.